അത് ശ്രദ്ധ തിരിക്കാൻ. എന്താണ് ആ ശ്രദ്ധ? അത് ശ്രദ്ധ തിരിക്കാൻ വാസവന്റെ ഇതിന്റെ ഇൻവോൾവ്മെന്റും കടകംപള്ളി സുരേന്ദ്രനായ മുൻ ദേവസ്വം മന്ത്രിന്റെ ഇൻവോൾവ്മെന്റിൽ നിന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ ഒരു തന്ത്രം. അതുപോലെ നമ്മുടെ നാടിൻ്റെ പുതിയ പേരാണ് കേരളം. അപ്പോൾ നമ്മുടെ നാടിൻ്റെ പഴയ പേരെന്തായിരുന്നു? ഖാലിസ്ഥാൻ എന്നോ കാശ്മീർ എന്നോ വല്ലതും ആയിരുന്നോ? നമ്മുടെ നാട്ടിന്റെ പുതിയ പേരാണ് കേരളം. അല്ല നോക്കൂ, ഞാൻ ഇന്നലെ മനസ്സിലാക്കിയതാണ്. അദ്ദേഹം ഇവിടെ കൃഷ്ണദാസ്ജിയും കരമന ജയൻജിയും എൻ്റെ ഒപ്പം അഡ്വക്കേറ്റ് സുരേഷും. നമസ്കാരം. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ഒരു മല്ലയ്യെ പോലെയാണ് വന്നിറങ്ങിയത്. മല്ലയ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചട്ടമ്പി നാട് സിനിമയിൽ മമ്മൂട്ടി ഒരു ഗംഭീര ക്യാരക്ടറാണ് കർണാടകയിലുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു നമുക്കറിയാം. അതിനകത്ത് ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു മല്ലയ്യായിട്ട് വന്നിറങ്ങിയെങ്കിലും അദ്ദേഹത്തെ അതിലുള്ള തന്നെ 2 കഥാപാത്രങ്ങളുണ്ട്. ദശമൂലം ദാമുവും അതുപോലെ തന്നെ മാക്രി ഗോപാലനും. ആ 2 കഥാപാത്രങ്ങളെ പോലെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കേരള BJP അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവർ തന്നെ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വേദനാകരമായ ഒരു കാര്യം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ശ്രദ്ധയിൽപ്പെടണം. കാരണം രാജാവ് നഗ്നനാണ് എന്ന് പറയുന്നത് പോലെ ഇപ്പം രാജീവ് നഗ്നനാണെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ചില കാര്യങ്ങൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിഹത്യയായിട്ട് എടുക്കരുത്. എനിക്ക് ആരെയും വ്യക്തിഹത്യ ചെയ്യുന്നത് ഇഷ്ടമല്ല. എങ്കിൽ കൂടി ചില കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. പറഞ്ഞില്ലെങ്കിൽ അത് വലിയ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രസ്ഥാനമാണ്. അതായത് സംഘപുത്രന്മാർ വാർത്തെടുത്ത പ്രസ്ഥാനമാണ്. അതിൽ ഭദ്രാനന്ദനെ പോലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് അവഗണിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നതിൻ്റെ കാരണം പോലും ആ പ്രസ്ഥാനം ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഉന്നത നിലയിൽ കേരളത്തിലെ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ കെൽപ്പുള്ള ആൾക്കാർ വരും എന്നുള്ളൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ശരി തന്നെയാണ്. മോദിജിയുടെ ആ ഒരു ഓറയും ആ ഒരു എനർജിയും കൊണ്ട് പാർട്ടി ഇത്രയും രീതിയിൽ വളർന്നു എന്ന് കരുതി കേരളത്തിലെ അവസ്ഥ അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ദയവ് ചെയ്ത് സീനിയർ സ്വയം സേവക്സ് രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് കണ്ട്, അതായത് വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ടാണ് സംഘം എന്നും നിലകൊണ്ടിട്ടുള്ളത്. സംഘത്തിൻ്റെ ഐഡിയോളജി നമുക്കറിയാം, ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം മാറ്റിയെടുക്കാൻ സംഘത്തിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇവിടെ രാജീവിൻ്റെ ആറ്റിറ്റ്യൂഡ്, രാജീവിൻ്റെ രീതി, ഇതെല്ലാം സംഘം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയോളജിയെ എതിർക്കുന്ന ആൻറ്റി നാഷണൽസ് അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാർ നമ്മളെ കൂടുതൽ പരിഹസിക്കാൻ ഇതൊരു കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു സീരിയസ് ക്രിട്ടിക് പാത്ത് ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ പ്രോപ്പറായിട്ടുള്ള ഫീഡ് വെച്ചിട്ടല്ല രാജീവിനെ ആൾക്കാർ മുന്നോട്ട് മീഡിയയുടെ ഫ്രണ്ടിൽ തള്ളിവിടുന്നത്. തുടക്കത്തിൽ തന്നെ പറയാം, അത് ശ്രദ്ധ തിരിക്കാൻ വാസവന്റെ ഇതിന്റെ ഇൻവോൾവ്മെന്റും കടകംപള്ളി സുരേന്ദ്രനായ മുൻ ദേവസ്വം മന്ത്രിന്റെ ഇൻവോൾവ്മെന്റിൽ നിന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ. കേൾക്കൂ രാജീവിൻ്റെ വാക്കുകൾ, ശ്രദ്ധ തിരിക്കാൻ. ഈ ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധ എന്നാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ, സബൂരി, ഈ 2 കാര്യങ്ങൾ. നമുക്ക് ശ്രദ്ധ വേണം, ക്ഷമ വേണം. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിലേ ഒരു പൊളിറ്റിക്സിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ശ്രദ്ധ എന്ന് പറയാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതിൽ പ്രധാനമായിട്ടൊരു കാര്യം മന്ത്രം എന്ന് പറയുന്നതാണ്. നമ്മുടെ വാക്കുകൾ നമ്മുടെ ആത്മാവിനെ കടഞ്ഞെടുത്ത് വരുന്നതാണ്. ഈ ലോകം ഉണ്ടായത് പോലും ശബ്ദത്തിൽ നിന്നാണ്. ശബ്ദ തരംഗങ്ങൾക്ക് അത്രയും പവറുണ്ട്. ഇത് ഫിസിക്സ് പഠിക്കുമ്പോൾ അറിയാം. സൗണ്ട് ഒരു വേവായിട്ട് പോയിട്ട് ഒരു പവറായിട്ട് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളുടെ എനർജി മറ്റൊരാൾക്കാരുടെ സൂക്ഷ്മ ശരീരത്തെ സ്പർശിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് മന്ത്രം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ആലോചിച്ച് ചെയ്യണമെന്ന്. അപ്പോൾ ഇതിൽ ശ്രദ്ധ എന്ന് പറയരുത്, ശ്രദ്ധ എന്ന് പറഞ്ഞ് പഠിക്കണം. ഇത് സൂക്ഷ്മത്തിലെ തകരാറ് കൊണ്ടാണ് ഇതിപ്പം ടങ് സ്ലിപ്പും ബാക്കിയുള്ള ഇതുമൊക്കെ നമുക്ക് വരും. അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിൽ നമ്മൾ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ നമുക്ക് ആ ഒരു വൊക്കാബുലറി ഒന്നും വന്നെന്ന് വരില്ല. പക്ഷേ പല കാര്യങ്ങളിലും രാജീവിനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കഴിഞ്ഞാൽ രാജീവിൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ തകരാർ അറിയാൻ അതിനെപ്പറ്റി വിവരമുള്ളവർക്ക് അറിയാൻ സാധിക്കും. അടുത്ത വാസവന്റെ ഇൻവോൾവ്മെന്റും കടകംപള്ളി സുരേന്ദ്രന്റെ ഇൻവോൾവ്മെന്റിനെ പറ്റി പറയുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അതിന് മുമ്പ് രസകരമായ 2-3 കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിന്റെ പുതിയ പേരാണ് കേരളം. ഭഗവാന്റെ ഒരു നാടാണ് കേരളം. നമ്മുടെ നാട്ടിന്റെ പുതിയ പേരാണ് കേരളം. അപ്പോൾ പഴയ പേരെന്തായിരുന്നു? വല്ല ഖാലിസ്ഥാനെന്നോ അതോ കാശ്മീർ എന്നോ വല്ലവുമായിരുന്നോ? ഇദ്ദേഹത്തിന് ആരാണ് ഇങ്ങനെയൊക്കെ പറയാൻ പഠിപ്പിക്കുന്നത്? മറ്റൊരു, ദ്രോഹിച്ചവർക്ക് പിന്തുണ BJP കൊടുക്കുമെന്ന്
ജനങ്ങളെ ദ്രോഹിച്ചവർക്ക് പിന്തുണ BJP കൊടുക്കുമെന്ന് പറയാൻ അതാണോ BJPയുടെ പണി? അടുത്തത്, നിരപരാധിയായ ആൾക്കാരെ ദ്രോഹിക്കാൻ നടക്കുന്ന രാഷ്ട്രീയക്കാരെ നമ്മൾ സംരക്ഷിക്കുമെന്ന്. ഇവർക്ക് പിന്തുണ ദ്രോഹിച്ചവർക്ക് പിന്തുണ BJP NDA കൊടുക്കും. അവരെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഇറങ്ങും. വിശ്വാസിയാണോ തന്ത്രിയാണോ ആരാണെങ്കിലും നിരപരാധിയായ ആൾക്കാരെ ദ്രോഹിക്കാൻ നടക്കുന്ന രാഷ്ട്രീയക്കാരുടെ അവരെ ഞങ്ങൾ സംരക്ഷിക്കും. ഇവരെല്ലാം സാധാരണക്കാരെ സംരക്ഷിക്കുന്നു. ഞങ്ങൾ ഇന്ന് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. ഇതെന്താ ഇദ്ദേഹം ഈ പറയുന്നത്? ഇത് ഞാൻ പറയുന്നത് എൻ്റെ കയ്യിൽ നിന്നിട്ടല്ല, അദ്ദേഹം തന്നെ പറയുന്നതാണ്. അത്തും പിത്തും ഇല്ലാതെ എന്തൊക്കെയോ പറയുകയാണ് പാവം. അടുത്ത, ശബരിമലയിലെ റിച്വൽസ് തകർക്കാൻ ശ്രമിച്ചവർ ആരാണ്? അത് അവിടുത്തെ തന്ത്രിമാർ തന്നെയാണ്. അവിടുത്തെ ഇന്നത്തെ തന്ത്രി വിഭാഗം തന്നെയാണ്. ഇത് എത്രയോ കാലം മുമ്പ് ഞാൻ പലതവണ വീഡിയോകളിലും പല മീഡിയസിലും പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ആചാരങ്ങൾ, അവിടുത്തെ ആദിവാസികളുടെ ആചാരം, അവിടുത്തെ രീതികൾ, ശബരിമലയുടെ ഇതിനെയൊക്കെ ആചാരത്തെ തകർത്തത് ഈ പുരോഹിത വർഗമാണ്. ഇന്ന് ഈ രാജീവ് ചന്ദ്രശേഖർ പിറകെ നടന്ന് പിന്തുണ കൊടുക്കുന്ന ഈ പണ്ഡിത വിഭാഗമാണ് അത് തകർത്തത്, അല്ലാതെ മറ്റാരുമല്ല. പിന്നെ അടുത്തത്, ശബരിമല വിഷയത്തിൽ പോലീസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കൊള്ളാം. ശബരിമല വിഷയത്തിൽ പോലീസ് ഉള്ളതുകൊണ്ടായിരുന്നു ഇത്രയും പേരുടെ വിശ്വാസികളുടെ ജീവൻ പോലും നിലനിന്ന് പോയത്. നിങ്ങൾക്കറിയില്ല ശബരിമലയുടെ പിന്നിൽ എന്തൊക്കെയാണ് കളിച്ചതെന്ന്. നിങ്ങൾ ആ കർണാടകയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഈ കേരളത്തിൽ നടന്ന കഥകൾ മനസ്സിലാക്കണം. പോലീസിനെ വെറുതെ അപമാനിക്കരുത്. പോലീസ് എന്താണെന്ന് അറിയണം. കേരള പോലീസ് അത്ര പൊട്ടന്മാരും മണ്ടന്മാരുമല്ല. അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല എഫിഷ്യൻ്റ് ഓഫീസേഴ്സാണ്. ഞാൻ പോലീസുമായിട്ട് മുട്ടനടിയായിട്ട് നടന്നിട്ടുള്ളതാണ് ഒരു കാലത്ത്. കേരള പോലീസ് ഞാനും കൂടെ നടത്തിയ പോലുള്ള ഇടിയും പിടിയും നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അവരെങ്ങനെ, അത് ടോമും ജെറിയും പോലെയായിരുന്നു. അവർ ടോമും ഞാൻ ജെറിയായിരുന്നു. കോടതി ഹൈക്കോടതി ബുൾഡോഗുമാണ്. നമ്മൾ അവസാനം ഹൈക്കോടതിയിൽ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുമ്പോൾ ഇവർ എന്നെ ഒരു സൈഡ് പിടിക്കാൻ നോക്കും, ഞാൻ അവരെ അടിക്കാൻ നോക്കും, അവർ ഇങ്ങോട്ട് അടിക്കാൻ നോക്കും. പോലീസിൻ്റെ എല്ലാ മുഖങ്ങളും ഞാൻ കണ്ടതാണ്. പക്ഷേ ഞാനൊരു പോലീസ് ബ്ലഡാണ്. എൻ്റെ മുത്തശ്ശിയാണ് ആദ്യത്തെ വനിത SI DYSP റാങ്കിൽ റിട്ടയർഡ് ആവുന്ന എൽ തങ്കമ്മ. അതുകൊണ്ട് പോലീസിൻ്റെ നല്ല ക്വാളിറ്റിയും, പോലീസിൻ്റെ മുമ്പത്തെ പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ അണലിയെ പോലെയാണ്. ആരെ കിട്ടിയാലും പിടിച്ച് കടിക്കും, അതുപോലെ പിടിച്ചകത്തിടും, ഉപദ്രവിക്കും. ഇതൊക്കെയായിരുന്നു. എന്നാൽ ഇന്നത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ മൂർഖൻ സാറിൻ്റെ സ്വഭാവമാണ്. നോക്കിയും കണ്ടും ആലോചിച്ചും മനസ്സിലാക്കി അവർ കൊത്തുള്ളൂ. എന്നാൽ കൊത്തിയാൽ അത് കൊത്തിയത് തന്നെയാണ്. പോലീസ് എന്ന് പറയുന്നത് അങ്ങനെ അടിച്ച് ആക്ഷേപിക്കരുത്. പിണറായി വിജയൻ്റെ പോലീസാണെന്ന് പറഞ്ഞ് പോലീസിന് പിണറായി എന്നോ VD സതീശനെന്നോ അല്ലെങ്കിൽ ഇനിയിപ്പം BJPയിൽ ആരെങ്കിലും വന്നാലോ അവരുടെ ഒന്നുമല്ല. പോലീസ് പോലീസാണ്. അപ്പോൾ പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുടെ കളിയാണ്. ഇനി പോലീസിനെ കൊണ്ട് ആരാണ് ഓരോ കളി കളിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. കാരണം രാവിലെ CPM-ഉം ഉച്ചയ്ക്ക് കോൺഗ്രസും വൈകിട്ട് BJPയും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പോക്ക്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, പിന്നെ സംസാരിക്കാം. അപ്പോൾ അതിനകത്ത് മറ്റൊരു കോമഡി പറഞ്ഞിരിക്കുന്നത് CBI അന്വേഷണിക്കാൻ. അതെന്താണ് CBI അന്വേഷണിക്കാൻ എന്ന് പറഞ്ഞാൽ? ഈ അന്വേഷണിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സാധനം അത്? അയ്യപ്പ അവിടുത്തെ ശബരിമലയുടെ ട്രഡീഷൻസും റിച്വൽസിനെല്ലാം തകർക്കാൻ ശ്രമിച്ച ഈ സർക്കാർ, രണ്ടാമത്തത് ഈ ശബരിമല കൊള്ളേനെ കുറിച്ച് കേരള പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് സമ്മതിച്ച് CBIന് അന്വേഷിക്കാൻ ഒരു പെർമിഷൻ കൊടുക്കണം. ഇത് നമ്മൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാജി വന്നപ്പോൾ ഒരു വെല്ലുവിളി അദ്ദേഹം കൊടുത്തു. അടുത്തത്, കേന്ദ്രമന്ത്രി അമിത്ഷാ വന്നപ്പോൾ ഒരു വെല്ലുവിളി. എന്താണ് ഈ വെല്ലുവിളി അദ്ദേഹം കൊടുത്തു? ഈ വെല്ലുവിളി എന്താണ് അദ്ദേഹം കൊടുത്തത്? ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ ഈ സാധനം എന്താണെന്ന്. അതെന്ത് പോട്ടെ, അതെന്ത് സാധനം ആയിക്കോട്ടെ. അപ്പം വാസവനാണ് ജയിലിൽ പോകേണ്ടത്. നോക്ക്, ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയാം. വാസവനും കടങ്ങപ്പള്ളി സുരേന്ദ്രനാണ് ജയിലിൽ പോകേണ്ടത്. മനസ്സിലായില്ലേ? ഇതിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണെങ്കിൽ ഞാനും ഇറക്കും സ്റ്റേറ്റ്മെന്റ്. അത് നിങ്ങൾ ചോദിക്കും, അത് മുഖ്യമന്ത്രിയോട് ചോദിക്കും. ഈ വാസവനാണ് ജയിലിൽ പോകേണ്ടതെന്ന് രാജീവ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ വാസവൻ ആരാണ്? വാസവൻ എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ കുലഗുരുവാക്കി അദ്ദേഹം എല്ലാമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ ആളാണ്, അല്ലാതെ പിണറായി വിജയൻ്റെ ആളല്ല. അതറിയോ? വെള്ളാപ്പള്ളി നടേശന് പിണറായി വിജയൻ കൊടുത്ത ഒരു സ്വർണ്ണ പവനാണ്, അല്ലെങ്കിൽ ഒരു കുതിരപ്പവനാണ് ഈ പറയുന്ന വാസവൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അതിനു മുമ്പ് മാന്യനായ വേറൊരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിനെ ഇവർ മാറ്റിയിട്ട് ഈ വാസവനെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തിരുവനന്തപുരത്ത് പ്രസ് മീറ്റിൽ നടത്തുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, വാസവൻ്റെ വിഗ് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ രോമം കാണുമെന്ന്. അത് അങ്ങ് കണ്ടു കാണുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു പ്രധാന കാര്യമുണ്ട്.
കേരളത്തിൽ ഏറ്റവും ശക്തമായ BJP എന്ന് പറയുന്ന പാർട്ടിയെ നയിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിനെ ഫീഡ് ചെയ്യുന്ന ആൾക്കാർ, രാജീവ് ചന്ദ്രശേഖറിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ഈ ടീമിനെ ഒരു പുനഃപരിശോധന നടത്തണം. 100% ഞാൻ പറയും, രാജീവിൻ്റെ കൂടെയുള്ളവർ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നതാണ്. ആൻഡ് ഓൾസോ വൺ മോർ തിങ് മിസ്റ്റർ രാജീവ്, യു ഹാവ് എ ഗുഡ് വൊക്കാബുലറി ആൻഡ് ഐ ഹാവ് സീൻ ഫ്യൂ ഓഫ് യുവർ വീഡിയോസ് ആൻഡ് യു ക്യാൻ കൺവേ തിങ്സ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ. ആൻഡ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കൺവേ തിങ്സ് ഇൻ എ പ്രോപ്പർ വേ, ട്രൈ ടു ചേഞ്ച് യുവർ ലാംഗ്വേജ്. നമ്മളിവിടെ ലാംഗ്വേജിനൊന്നും ഒരു പ്രശ്നമല്ല, ലാംഗ്വേജ് ഒരു പ്രോബ്ലം അല്ല. പിന്നെ രാജീവിനെ ഫീഡ് ചെയ്യുന്നവർ, ദേ ആർ ആക്ച്വലി യുനോ ഒരു വിധത്തിലും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവന്മാരാണ്. രാജീവിൻ്റെ ബാക്കിൽ നിൽക്കുന്ന യുനോ അബൌട്ട് കരമന ജയൻ. നിങ്ങൾക്ക് എത്ര നാളായിട്ട് കരമന ജയനെ അറിയാം? യു നോ ഹിസ് ബാക്ക്ഗ്രൗണ്ട്? ഡു ഹാവ് എനി ഐഡിയ അബൌട്ട് ഹിം? എനിക്കറിയാം. അദ്ദേഹവും ഞാനുമായിട്ട് നല്ല സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹത്തിനെ പല വിധത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ, എല്ലാ രീതിയിലും, ഫിനാൻഷ്യലി, പൊളിറ്റിക്കലി, സോഷ്യലി ഒക്കെ പല രീതിയിൽ അയാൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുകയും ഇടപെടുകയും പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഒരുപാട് പേര് അദ്ദേഹത്തിന് ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരെയൊക്കെ അദ്ദേഹം ആപ്പ് വെച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു സാധനമാണെന്നുള്ള പഴിയുള്ള ആളാണ്. ഇന്ന് അയാൾ നിങ്ങളുടെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ രാജീവ് ജി പറഞ്ഞൊരു വാക്കുണ്ട്, കൃഷ്ണദാസ് ജി, ജയൻ ജി, അതോടുകൂടെ മൂഞ്ചി എന്ന് വ്യക്തമാണ്. മനസ്സിലായോ? കാരണം നിങ്ങൾ ബാക്കിൽ നിർത്തുമ്പോൾ നല്ല ട്രൗസർ ഇട്ട് നിൽക്കണം. കരമന ജയനാണ് ബാക്കിൽ നിൽക്കുന്നത്. അടുത്തത് നിങ്ങൾ ഇപ്പുറത്തൊരു സുരേഷിനെ നിർത്തിയിട്ടുണ്ട്. സുരേഷ്, അതായത് ഈ ഹാഷ് പപ്പീസിനെ പോലെ ഹാഷ് പപ്പീസിൻ്റെ ഇതിൽ ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ തലപൊക്കി നോക്കണം കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ആ സാധനത്തിനെ പോലെ ഒരു സാധനം നിൽപ്പുണ്ട്. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്നാണ്. നിങ്ങളുടെ ബാംഗ്ലൂരിലെ നിങ്ങളുടെ വസ്തു ഡീല് ഇവിടെ മീഡിയക്കാരുടെ ചെവിയിലെത്തിയത് ഏത് സോഴ്സ് വഴിയാണെന്നറിയോ? ഞാനോ ബാക്കിയുള്ളവരോ എൻ്റെ കൂടെയുള്ള സ്വയം സേവകരോ മറ്റാരും അറിഞ്ഞില്ല, നമുക്കൊന്നും അറിയ പോലുമില്ല. അതെങ്ങനെ വെളിയിൽ വന്നോന്നറിയോ? നിങ്ങൾക്ക് ആരാണ് ബാക്കിൽ നിന്ന് പണി വെച്ചതെന്ന് നിങ്ങൾക്കറിയോ? ഇത് രാജീവ് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ ഈ പറയുന്ന ആൾക്കാരെ വെച്ചിട്ട് നിങ്ങൾ അരിയാട്ടാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും വടക്കും ദോശയ്ക്കുള്ള മാവ് സെറ്റാവില്ല. നിങ്ങളുടെ അരിയിൽ മണ്ണ് വാരി ഇടുന്നവരാണ് ഇവർ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ അകത്ത് തന്നെ ഉണ്ടെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയാം. പിന്നെ കേരളം പോലുള്ള ഒരു സ്ഥലത്ത്, കേരളത്തിൽ അടുത്ത BJP ഭരണത്തിൽ വരണം എന്ന് ആഗ്രഹിച്ച ഏറ്റവും ഒരു വ്യക്തികളിൽ ഒന്നാണ് ഞാൻ. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്നറിയോ? അഹങ്കാരികൾ. ശത്രു പുറത്തു നിന്ന് ആക്രമിക്കുമ്പോൾ അഹങ്കാരം ഉള്ളിൽ നിന്ന് ആക്രമിക്കും. നമ്മുടെ നാട്ടിലെ BJPക്കാർക്ക് മോദിയുടെ സ്വപ്നം പൂവണിക്കാനല്ല ആഗ്രഹം, അവിടുത്തെ സ്വയം സേവകരുടെ സ്വപ്നം പൂവണിക്കാനല്ല ആഗ്രഹം, അവിടെ ധർമ്മം സ്ഥാപിക്കാനല്ല ആഗ്രഹം. കുറച്ച് ചില്ലറ കിട്ടണം. ആരെ കണ്ടാലും അപ്പാന്ന് വിളിക്കും. ഒരു എത്തിക്സും ഇല്ല ഉമാർക്ക്. നട്ടൽ എന്ന് പറയുന്ന സാധനമില്ല. നിങ്ങളിവിടെ കോമാളിയായിട്ട് നിൽക്കുന്നു. നിങ്ങൾ ഓർക്കൂ, അവിടെ നമ്മുടെ ഐഡിയോളജിയെ തകർക്കാൻ ശ്രമിക്കുന്ന, രാജ്യത്തിൻ്റെ നിയമത്തെ പാലിക്കാൻ മനസ്സില്ലാത്ത ആൾക്കാരെ, അതുപോലെ തന്നെ അവിടെ ധർമ്മത്തെ തകർക്കാൻ മുന്നോട്ട് പോകുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കേൾപ്പുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഞാൻ തരാം. പക്ഷേ നിങ്ങൾ ഇനിയും കുറേ കൂടെ പഠിക്കാനുണ്ട്. നിങ്ങൾ വന്ന സമയത്ത്, കേരളത്തിൽ വന്ന സമയത്ത്, ഈ രാജീവ് എന്ന് പറയുന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ വളരെ ഹൃദയം കൊണ്ട് ഓണർ ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷെ അത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് കേരള പൊളിറ്റീഷ്യൻസ്, എസ്പെഷ്യലി ദ പീപ്പിൾ അറൌണ്ട് യു ആർ നോട്ട് സോ ഗുഡ്. They are not so pious. They don't have any kind of ethics. നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഇങ്ങനെ സ്വയം കോമാളിയായിട്ട് ഈ സാക്ഷര കേരളത്തിൽ നിങ്ങളിങ്ങനെ ആവരുത്. Better thing, if you can't retaliate or if you can't reply, just keep quiet. നമ്മൾ സംസാരിച്ചുകൊണ്ട് മാത്രം എല്ലാം ആവണമെന്നില്ല. ലോകത്തിലെ ഏറ്റവും യൂണിവേഴ്സിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? മൗനമാണ്. സൈലൻസിലൂടെ എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നരേന്ദ്രമോദിജി എത്രയോ കാലം മൗനമായിരുന്നു. അദ്ദേഹം മീഡിയാസിനൊന്നും ഇതുപോലെ വളവളാന്ന് ആൻസർ പോലും കൊടുക്കാറില്ല. മീഡിയാസ് വന്നിരിക്കുമ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ ലിമിറ്റഡ് ആയിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പൊളിറ്റിക്കലി വളരാനുണ്ട്, പഠിക്കാനുണ്ട്. എൻ്റെ 20ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണ്, രാഷ്ട്രീയക്കാരുമായിട്ട് ഇൻവോൾവ് ആയതാണ്. ഐ നോ അബൌട്ട് പൊളിറ്റിക്സ് ബിക്കോസ് എൻ്റെ ഗ്രാൻഡ് ഫാദറും 2 പ്രാവശ്യം MP-യും 2 പ്രാവശ്യം മന്ത്രിയുമായിരുന്ന ആളാണ്. അതുകൊണ്ട് ഈ നമ്മൾ എവിടെ നിന്നും ഇപ്പോൾ AK ആൻ്റണിയുടെ മോനെയൊക്കെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന പോലെ ആവരുത് നിങ്ങൾ. നമുക്ക് പണവും നമുക്ക് മറ്റു സ്വാധീനം ഉണ്ടെങ്കിൽ നമുക്ക് പൊളിറ്റിക്സിൽ ഇന്ന് പലയിടത്തും പർച്ചേസ് ചെയ്ത് വരുന്ന പോലെ പലർക്കും വരാം. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങൾക്കൊപ്പം വളർന്ന് ആ ചൂടും ആ
എനർജിയും ആ ഫൈറ്റും എല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് വരുന്നത് അത് വേറൊരു വരവാണ്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് വരാനാവട്ടെ. കുറേ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. താങ്ക് യു.